നമസ്കാരം. സിംപ്ലിഫൈവിന്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞൊരു എപ്പിസോഡിൽ നമ്മൾ സംസാരിച്ചത് പ്രൊഫഷണൽ എക്സ്പ്ലോയിറ്റേഷനെ പറ്റിയിട്ടാണെങ്കിൽ ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് മെന്റൽ എക്സ്പ്ലോയിറ്റേഷനെ പറ്റിയിട്ടാണ്. എന്താണ് ഈ മെന്റൽ എക്സ്പ്ലോയിറ്റേഷൻ? ഈ സൈക്കോളജിയിൽ അതിനൊരു സ്വീറ്റ് നെയിം പറയുന്നുണ്ട്, ക്യാരറ്റ് ആൻഡ് സ്റ്റിക്ക് ടാക്ടസ് എന്ന്. അതായത് നമുക്ക് ഇഷ്ടപ്പെടുന്ന, നമ്മൾ ആഗ്രഹിക്കുന്ന എന്തെങ്കിലും ഒരു കാര്യം നമുക്ക് തരാം എന്ന് പറഞ്ഞ് നമ്മളെ കൊണ്ട് പണിയെടുപ്പിക്കുകയും നമ്മളെ ഓവറായിട്ട് ചൂഷണം ചെയ്യുകയും ചെയ്തിട്ട് അത് തരാതിരിക്കുന്ന ഒരവസ്ഥയും. പിന്നെ അതാണ് ക്യാരറ്റ്. അതല്ലാതെ സ്റ്റിക്ക് എന്താണ്? നമ്മളുടെ പോസിറ്റീവ്സ് എത്ര തന്നെ ഉണ്ടെങ്കിലും അതെല്ലാം ഹൈഡ് ചെയ്ത് വെച്ചുകൊണ്ട് നമ്മളുടെ നെഗറ്റീവ്സ് മാത്രം ചൂണ്ടിക്കാണിച്ച് നമ്മളെ കൊണ്ട് വേണ്ടതിലധികം പണിയെടുപ്പിക്കുകയും അതിന് നമ്മൾ ചെയ്യുന്ന ജോലിക്ക് അതിന് തക്കതായ വേതനം തരാതിരിക്കുകയും സാലറിയോ ഇൻക്രിമെൻറ്റോ ഒന്നും തരാതിരിക്കുകയും ചെയ്യുന്ന ഒരു സിറ്റുവേഷനാണ് നമ്മൾ മെൻ്റൽ എക്സ്പ്ലോയിറ്റേഷൻ എന്ന് പറയുന്നത്. ക്യാരറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ ആഗ്രഹിക്കുന്ന ഇൻക്രിമെൻറ്റ്സും അല്ലെങ്കിൽ അച്ചീവ്മെൻറ്റ്സും. സ്റ്റിക്ക് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മളുടെ നെഗറ്റീവ് ക്വാളിറ്റീസ്. നമ്മളൊരാളെ അടിക്കുമല്ലോ, എന്തിനാ അടിക്കുന്നത്? അവരെന്തെങ്കിലും തെറ്റുമ്പോഴാണ്. അതായത് അവരുടെ തെറ്റുകൾ മാത്രം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അവരെ കൊണ്ട് പണിയെടുപ്പിച്ച് അവരെ മുതലെടുക്കുന്ന ഒരു സിറ്റുവേഷനാണ് നമ്മൾ ഇങ്ങനെ ഒരു മെൻ്റൽ എക്സ്പ്ലോയിറ്റേഷൻ എന്ന് പറയുന്നത്. വർക്ക് പ്ലേസിൽ പലയിടത്തും ഇത് സംഭവിക്കുന്നുണ്ട്. നിങ്ങളിൽ പലരും അത് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണെന്നും അറിയാം. അതുകൊണ്ട് തന്നെയാണ് ഈ ടോപ്പിക്ക് നമ്മളിന്ന് ചൂസ് ചെയ്തിരിക്കുന്നത്. നമ്മൾ വർക്ക് ചെയ്യുന്ന ഒരു പ്ലേസിൽ നമ്മൾ ചെയ്യുന്ന ജോലിക്ക് അതനുസരിച്ചിട്ടുള്ള ഒരു സാലറി തന്നില്ലെങ്കിൽ, ഒരു ഇൻക്രിമെൻ്റ് തന്നില്ലെങ്കിൽ എങ്ങനെയാണ് നമ്മൾ മെൻ്റലി എക്സ്പ്ലോയിറ്റഡ് ആണെന്ന് അറിയുക? വളരെ സിമ്പിളാണ്. അതിനാണ് നമ്മൾ ഈ 5 സ്റ്റെപ്സ് പറഞ്ഞു പോകുന്നത്. ആദ്യമായിട്ട് നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ ചെയ്യുന്ന വർക്കും നമ്മളുടെ കാലിബറും നമ്മളുടെ വർക്ക് പ്ലേസും നമ്മുടെ കമ്പനി നമ്മളിൽ നിന്ന് എക്സ്പെക്റ്റ് ചെയ്യുന്നതും വെച്ചിട്ട് നമ്മളൊരു ലോജിക്കൽ അനാലിസിസ് ചെയ്യണം. അതായത് ഞാനിപ്പോൾ ഇരിക്കുന്ന പൊസിഷനിൽ ഞാൻ എത്രത്തോളം നീതി പുലർത്തുന്നുണ്ട്, ഞാൻ ആവശ്യത്തിനധികം എഫേർട്ട് ഇടുന്നുണ്ടോയെന്ന്. ജോലി ചെയ്യുന്ന നമ്മളായതുകൊണ്ട് നമുക്ക് എപ്പോഴും ഒരു ഫീലിംഗ് ഉണ്ടാവും, അതായത് നമ്മൾ ചെയ്യുന്ന ജോലി ഭയങ്കരമാണെന്ന്. അങ്ങനെയല്ലാതെ ഇമോഷണൽ അല്ലാതെ ലോജിക്കലായിട്ട് നമ്മളും സ്വന്തമായിട്ട് അതിനൊന്ന് വിലയിരുത്തണം. നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്ന ആൾക്കാരുടെ ഒപ്പീനിയനും ചോദിച്ചു നോക്കണം, എങ്ങനെയാണ്, ഹൗ ആം ഐ ആസ് ആൻ എംപ്ലോയി എന്നുള്ളത്. So the first step to balance mental exploitation is self-analysis, logical self-analysis. നമ്മളൊരു വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യുന്ന ഒരു ഫീൽഡിന് നമ്മൾ മാർക്കറ്റ് എന്നാണ് പറയുന്നത്. ആ മാർക്കറ്റിൽ നമ്മൾ കൊടുക്കുന്ന സർവീസ് അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന ഒരു ജോലിക്ക് ഒരു വർത്ത് ഉണ്ട്, അല്ലേ? ഇപ്പോൾ ഒരു കൂലിപ്പണി ചെയ്യുന്ന ഒരാൾക്കും ഒരു സിഇഒനും ഒരേ സാലറി അല്ല കിട്ടുന്നത്. ഇന്റേണിനും ടീം ലീഡറിനും കിട്ടുന്ന സാലറി ഒരിക്കലും ഒന്നല്ല. അവർ ചെയ്യുന്ന ഒരുപക്ഷെ ഒരു ജോലിയായിരിക്കും, പക്ഷേ അവരുടെ എക്സ്പീരിയൻസും അവരുടെ എക്സ്പെർട്ടൈസും ആ കമ്പനിയിൽ അവർ എത്രത്തോളം വാല്യൂ ആഡ് ചെയ്യുന്നുണ്ട്, ഇതിനെല്ലാം ബേസ് ചെയ്തിട്ടാണ് നമ്മുടെ സാലറി വരുന്നത്. അപ്പോൾ നമ്മൾ മാത്രമോ ഞാൻ ഭയങ്കര സംഭവമാണ്, എനിക്ക് ഇത്ര സാലറി കിട്ടണം എന്ന് പറയുന്നത് അത് ഇമോഷണൽ അനാലിസിസ് ആണ്. നമ്മൾ ലോജിക്കലി നമ്മൾ അനലൈസ് ചെയ്ത് കഴിയുമ്പോൾ, നമ്മളുടെ വർക്ക് അനലൈസ് ചെയ്ത് കഴിയുമ്പോൾ രണ്ടാമത് നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ വർക്ക് ചെയ്യുന്ന ഫീൽഡിൽ നമ്മുടെ വർത്ത് ഒന്ന്, നമ്മുടെ ഒരു വാല്യൂ നമ്മളൊന്ന് ഐഡൻറ്റിഫൈ ചെയ്യാം. അതിന് ഏറ്റവും നല്ല വഴി എന്താണെന്ന് വെച്ചാൽ, നമ്മൾ വർക്ക് ചെയ്യുന്ന അതേ സ്പെക്ട്രത്തിൽ വേറെ കമ്പനികളിൽ എത്ര അവർ ഓഫർ ചെയ്യുന്നുണ്ട്, എന്തൊക്കെയാണ് അവരുടെ സാലറി സ്കെയിൽ എന്ന് നമ്മളൊന്ന് അന്വേഷിക്കണം. അതിന് നമുക്ക് ഇഷ്ടംപോലെ ജോബ് വേക്കൻസീസ് മാത്രം വരുന്ന വെബ്സൈറ്റ്സ് ഉണ്ട്, അല്ലെങ്കിൽ ജോബ് കൺസൾട്ടൻസ് ഉണ്ട്. അവരുടെ അടുത്ത് നമ്മളുടെ റെസ്യൂം ഒന്ന് അയച്ചു കൊടുക്കുകയാണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും അറിയാൻ പറ്റും നമുക്ക് എത്ര സാലറി വരെ കിട്ടാൻ പറ്റുന്നു. ഏകദേശം അതിൻ്റെ അടുത്തൊക്കെ മാച്ച് ചെയ്ത് നിൽക്കുകയാണെങ്കിൽ വി ആർ നോട്ട് ബീയിങ് മെൻ്റലി എക്സ്പ്ലോയിറ്റഡ്. അങ്ങനെ അല്ലാത്തൊരു സിറ്റുവേഷനിൽ നമുക്ക് 50,000 കിട്ടേണ്ട സ്ഥലത്ത് നമുക്ക് 5,000 അവിടെ തരുന്നെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ അണ്ടർപെയ്ഡ് ആണ്. അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് ആക്ഷൻ എടുക്കേണ്ടി വരും. നമ്മളൊരു മെൻ്റലി എക്സ്പ്ലോയിറ്റഡ് ആയിട്ടുള്ള ഒരു വർക്ക് പ്ലേസിലാണ് നമ്മൾ വർക്ക് ചെയ്യുന്നതെങ്കിൽ യൂഷ്വലി ആൾക്കാർ എന്ത് ചെയ്യും? ആൾക്കാർ ഭയങ്കരമായിട്ട് നമ്മൾക്ക് പ്രോമിസസ് തരും. അതായത് നിങ്ങളിപ്പോൾ ഒരു 6 മാസം ഇങ്ങനെ തന്നെ വർക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ശമ്പളം കൂട്ടിത്തരാം, അല്ലെങ്കിൽ നമ്മൾക്ക് നിങ്ങൾ ഇന്ന ടാർഗറ്റ് അച്ചീവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ഫോറിൻ ട്രിപ്പ് തരാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു അപ്രൈസൽ നടത്തി നിങ്ങൾ അടുത്ത ടീം ലീഡർ ആക്കാം. ഇങ്ങനെ പല പ്രോമിസസും ആൾക്കാർ തരും. പ്രോമിസസ് നമുക്ക് തീർച്ചയായിട്ടും ഒരു മോട്ടിവേഷനാണ്. പക്ഷെ നമ്മൾ ഇതെല്ലാം അച്ചീവ് ചെയ്ത് കഴിഞ്ഞാലും റിപ്പീറ്റഡ്ലി നമുക്കത് തരാതെ വരുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ അവിടെ മെൻ്റൽ എക്സ്പ്ലോയിറ്റേഷനാണ്, അല്ലേ? ഇങ്ങനെ നമ്മളുടെ ഒരു സിറ്റുവേഷൻ, നമ്മളൊരു മെൻ്റലി എക്സ്പ്ലോയിറ്റഡ് ആണെന്നുള്ളൊരു സിറ്റുവേഷൻ വരുമ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്മൾക്ക് ഈ പ്രോമിസസ് തരുന്ന ആൾക്കാരുടെ ക്വാണ്ടിറ്റേറ്റീവായിട്ട് മെഷർ ചെയ്യണം.
അതായത് അവർ പറയുകയാണ് ഇന്ന ടാർഗറ്റ് നിങ്ങൾ അച്ചീവ് ചെയ്യുക, നിങ്ങൾ കുറേ ബിസിനസ് കൊണ്ടുപോകാം, നിങ്ങൾക്ക് ഒരു പ്രൊമോഷൻ തരാം എന്ന് പറയുമ്പോൾ നമ്മൾ ചോദിക്കണം എത്ര രൂപയുടെ ബിസിനസ്, അല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെ വർക്ക് ചെയ്തിട്ട് കുറേ നാൾ കഴിയുമ്പോൾ നിങ്ങൾക്കൊരു റേസ് തരാമെന്ന് പറയുമ്പോൾ എത്ര നാൾ കഴിയുമ്പോൾ എൻ്റെ റേസ് കിട്ടും എന്നുള്ള ക്വാണ്ടിറ്റേറ്റീവായിട്ട് നമ്മൾ മെഷർ ചെയ്യണം. ആൻഡ് ആ മെഷർമെൻറ്റ് നമ്മൾ പറയുന്ന സമയത്തിൽ അല്ലെങ്കിൽ അവർ പറയുന്ന സമയത്തിനുള്ളിൽ നമ്മളത് അച്ചീവ് ചെയ്തിട്ട് അവർ ചെയ്തില്ലെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും അവരുടെ അടുത്ത് അത് ചോദിക്കണം. സോ ദ സ്റ്റെപ്പ് നമ്പർ 3 ഈസ് ക്വാണ്ടിറ്റേറ്റീവ്ലി മെഷർ ദ പ്രോമിസസ്. നമ്മൾ ഈ ക്യാരറ്റ് ആൻഡ് സ്റ്റിക്ക് ടാക്ടിക്സ് എന്ന് പറയുമ്പോൾ അതിനകത്ത് ഫസ്റ്റ് പാർട്ട് വരുന്ന ക്യാരറ്റാണ്. അതായത് നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ നമുക്ക് തരാമെന്ന് പറഞ്ഞ് തരാതിരിക്കുകയും അതിനുവേണ്ടി നമ്മളെ കൊണ്ട് പണിയെടുപ്പിക്കുന്നത്. രണ്ടാമത് സ്റ്റിക്കാണ്. അതെന്ന് പറഞ്ഞാൽ വളരെ ടോക്സിക് ആയിട്ടുള്ള ഒരു എൻവയറമെൻ്റ് ആണ്. അതിൽ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ പല എംപ്ലോയീസും വളരെ നന്നായിട്ട് വർക്ക് ചെയ്യുന്ന ഒരാളുടെ അടുത്ത് അവർ ചെയ്യുന്ന ഒരു നല്ല കാര്യത്തിനെ പറ്റി അപ്രിസിയേഷൻ കൊടുക്കൂല. പകരം അവരുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും ഒരു ചെറിയ തെറ്റ് വന്നു കഴിഞ്ഞാൽ അതിനെ ഭയങ്കരമായിട്ട് ഊതിപ്പെരിപ്പിച്ച് ഇതാണ് നീ കാരണമാണ് ഈ കമ്പനി നഷ്ടത്തിൽ എന്നുള്ള ഒരു നെഗറ്റീവ് ഫീലിംഗ് നമുക്ക് വരുത്തും. അപ്പം നമുക്ക് തന്നെ ഒരു ഗിൽറ്റ് ഉള്ളിൽ വരും, നമുക്ക് തന്നെ ഒരു നഷ്ടം ഫീലാവും. അയ്യോ ഞാൻ കാരണം കമ്പനിക്ക് ഇത്രയും ലോസ് ആയോ, അപ്പോൾ ഇനി ഞാൻ ശമ്പളം ചോദിക്കണ്ട കാരണം കമ്പനിക്ക് ഇത്രയും ലോസ് ആയോ. അങ്ങനെ നമ്മളെ ഒരു ടോക്സിക് എൻവയറമെൻറ്റിൽ നിർത്തുന്നതും മെൻ്റൽ എക്സ്പ്ലോയിറ്റേഷനാണ്. ഈ രണ്ടാമത് പറഞ്ഞതാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മളവിടെ നിൽക്കേണ്ട ഒരു കാര്യവുമില്ല. കാരണം അവർ തന്നെ ടോക്സിക് ആണ്, ആ വർക്കിംഗ് എൻവയറമെൻറ്റും ടോട്ടലി ടോക്സിക് ആണ്. ഇങ്ങനെ വരുന്ന സിറ്റുവേഷനിലും നമുക്ക് പറയാം ഓക്കെ നമ്മൾ നെഗറ്റീവായിട്ട് ചെയ്തിട്ടുണ്ട്, പക്ഷേ ഇതിനു മുമ്പ് നമ്മൾ എത്രയോ പോസിറ്റീവായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനെന്താണ് നിങ്ങൾ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? അവരൊരു നെഗറ്റീവ് പേഴ്സൺ ആണെങ്കിൽ തീർച്ചയായിട്ടും അവർ പറയും അതൊന്നും വലിയ കാര്യമൊന്നുമല്ല, പക്ഷേ ഈ നെഗറ്റീവിൽ തന്നെ അവർ ഫോക്കസ് ചെയ്തുകൊണ്ട് വരും. ദേ വിൽ ഓൾവേസ് ആൻഡ് ദേ വിൽ ഓൺലി ട്രൈ ടു ഫോക്കസ് ഓൺ ദ നെഗറ്റീവ്സ്. അങ്ങനെ വരുന്ന സിറ്റുവേഷനിൽ റിമെമ്പർ ഇറ്റ്സ് ടൈം ടു ലീവ്. നേരത്തെ പറഞ്ഞതുപോലെ ക്വാണ്ടിറ്റേറ്റീവായിട്ട് പ്രോമിസസ് കൊണ്ടുവന്ന് വെക്കുന്നതിനോടൊപ്പം ഇതെല്ലാം നമ്മൾ ഡോക്യുമെൻ്റ് ചെയ്യണം. അതായത് അവർ പറയണം നിങ്ങൾ ഇത്രയും ടാർഗറ്റ് അച്ചീവ് ചെയ്താൽ നിങ്ങൾക്കൊരു പ്രൊമോഷൻ തരാമെന്ന് പറയുമ്പോൾ പറയണം സാറെങ്കിൽ എനിക്കതൊരു മെയിലായിട്ട് അയച്ചു തരും. ഓട്ടോമാറ്റിക്കലി ഡോക്യുമെൻറ്റഡായി. ഇല്ലെങ്കിൽ നാളെ അവരത് മാറ്റി പറഞ്ഞാൽ നമ്മളെങ്ങനെ അറിയാൻ പറ്റും? അപ്പോൾ അതുകൊണ്ട് നമുക്ക് കിട്ടുന്ന പ്രോമിസസും അതുപോലെ ആൾക്കാർ വെറുതെ നമ്മളെ കുറ്റം പറയുകയാണ്, നിങ്ങൾ ചെയ്ത പ്രോജക്റ്റിൽ നിങ്ങൾ കാരണം ഇത്രയും നാശനഷ്ടം വന്നു എന്നൊക്കെ പറയുമ്പോൾ വളരെ സിമ്പിളായിട്ട് അത് ഡോക്യുമെൻ്റ് ചെയ്യാൻ നോക്കുക. സാർ ഇത് ഇങ്ങനെ ഒന്ന് എഴുതി എനിക്ക് തരുമോ, അല്ലെങ്കിൽ എനിക്കൊരു മെയിൽ അയക്കുമോ, എനിക്കപ്പോൾ അത് ഇമ്പ്രൂവ് ചെയ്യാനാണെന്ന് പറയുക. അവർ വെറുതെ നമ്മളെ ഒന്ന് സ്നപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമ്മളൊന്ന് അടിച്ചമർത്താൻ വേണ്ടി മാത്രമാണ് നമ്മുടെ നെഗറ്റീവ്സ് ചൂണ്ടിക്കാണിക്കുന്നതെങ്കിൽ അവരൊരിക്കലും മെയിൽ ചെയ്യാനോ അല്ലെങ്കിൽ ഡോക്യുമെൻ്റ് ചെയ്യാനോ റെഡി ആവില്ല. കാരണം അവർക്കറിയാം അതൊരു പ്രൂഫാണ്. അപ്പോൾ അതുകൊണ്ട് ദ 4th സ്റ്റെപ്പ് ഇസ് ഡോക്യുമെൻറ്റ് വാട്ട് എവർ ഇസ് നെസസറി. ഡോക്യുമെൻറ്റേഷനാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ആൻഡ് ദ ഈസിയസ്റ്റ് വേ ഇസ് സെൻഡിങ് ഇമെയിൽ. പലപ്പോഴും നമ്മുടെ കോർപ്പറേറ്റ് ഒരു സർക്കിളിൽ വരുമ്പോൾ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ പല ആൾക്കാരും അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് മാറ്റും, അല്ലെങ്കിൽ അതിന് ഒരു എന്തെങ്കിലും മിസ്റ്റേക്ക് വരുമ്പം അത് കംപ്ലീറ്റ് നമ്മുടെ തലയിലിടാൻ നോക്കും. അപ്പോൾ അതുകൊണ്ട് നമ്മളെല്ലാം ഡോക്യുമെൻറ്റേഷൻ ചെയ്ത് പോവുകയാണെങ്കിൽ പിന്നെ അതിനകത്ത് അലിഗേഷൻസ് വരാനുള്ള ചാൻസസ് വളരെ കുറവാണ്. നമ്മളുടെ ടീം ലീഡേഴ്സ് അല്ലെങ്കിൽ നമ്മുടെ ടീം മെമ്പേഴ്സ് ആയാലും നമ്മുടെ അടുത്ത് ഇങ്ങനെ ക്യാരറ്റ്സ് കാണിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മളെ നെഗറ്റീവായിട്ട് ചൂസ് ചെയ്യുമ്പോൾ നെഗറ്റീവായിട്ട് നമ്മളെ പറഞ്ഞ് അടിച്ചമർത്താൻ നോക്കുമ്പോൾ നമ്മൾ അതിനകത്ത് ലോ ആയി പോകേണ്ട കാര്യമില്ല. പകരം അക്സെപ്റ്റ് ഇറ്റ് വിത്ത് എ സ്മൈൽ ബട്ട് ഡോണ്ട് ടേക്ക് ഇറ്റ് ടു ഹാർട്ട്. നമ്മളെപ്പോഴും പോസിറ്റീവായിട്ട് തന്നെ ഇരുന്നാൽ മതി. ബിക്കോസ് വി ഷുഡ് ബി അവെയർ ഓഫ് അവർ സെൽഫ് വർത്ത്. നമുക്ക് നമ്മുടെ വില അറിയാമെങ്കിലും മറ്റൊരാൾക്ക് അറിഞ്ഞുകൂടെങ്കിലും അത് വലിയ വിഷയമാവുന്നില്ല. നമ്മൾ അവരുടെ അടുത്ത് തിരിച്ച് റിയാക്ട് ചെയ്യാനൊന്നും പോകണ്ട. വളരെ ടോക്സിക് ആയിട്ട് ഇരിക്കുന്ന ഒരു സിറ്റുവേഷനാണ്, അല്ലെങ്കിൽ നമ്മൾ വർക്ക് ചെയ്യുന്നതനുസരിച്ച് ഇൻക്രിമെൻറ്റ് കിട്ടുന്നില്ല, ക്യാരറ്റ്സ് മാത്രമാണ് നമുക്ക് കിട്ടുന്നതെന്നുണ്ടെങ്കിൽ ദെൻ കംസ് അവർ 5th ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടൈം, ദാറ്റ് ഈസ് റിമെമ്പർ ആൻഡ് നോ വെൻ യു നീഡ് ടു ലീവ്. ഇതിന് മുമ്പുമുള്ള ഒരു മെജോറിറ്റി വീഡിയോസിൽ നമ്മൾ പറയുന്നതാണ് എല്ലാ പ്രശ്നങ്ങൾക്കും കോർപ്പറേറ്റ് സർക്കിളിലുള്ള എല്ലാ പ്രശ്നങ്ങൾക്കും നമ്മൾ ടിപ്സും ട്രിക്സും ഒക്കെ പറഞ്ഞുതരും. പക്ഷേ ഇതെല്ലാം വർക്ക് ചെയ്തിട്ടും അത് നടക്കുന്നില്ലെങ്കിൽ ഇറ്റ് ഈസ് ടൈം ടു ചേഞ്ച്. നമ്മളുടെ ബാക്കിയുള്ള പേഴ്സണൽ ലൈഫിലുള്ള റിലേഷൻസ് പോലെ നമുക്ക് കാലാകാലം നമ്മൾ ഒരു കമ്പനിയിൽ തന്നെ വർക്ക് ചെയ്യണമെന്നൊന്നുമില്ല. നമ്മൾ നല്ലതായിട്ട് വർക്ക് ചെയ്യുകയാണ്, നമുക്ക് അതിനകത്ത് എഫേർട്ട് ഇടാൻ ധൈര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് നല്ലൊരു കമ്പനി തന്നെ കിട്ടും. ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും നല്ലൊരു വർക്ക് പ്ലേസ് കിട്ടട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് തൽക്കാലം വിടവാങ്ങുന്നു. നിങ്ങൾക്കൊപ്പം സിന്ധു നന്ദകുമാർ, കോർപ്പറേറ്റ് സൈക്കോളജിസ്റ്റ് അറ്റ് ആത്മസൂത്ര മൈൻഡ് കെയർ. താങ്ക് യു.